സിനിമാസ്കാരം. എൻ്റെ പേര് സിദ്ദീഖ് ഹസൻ. ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ ആയിട്ടുള്ള 1.85:1 ആണ് ബന്ദർ എന്നുള്ള സിനിമയുടെ DCP വന്നിരിക്കുന്നത്. സംവിധായകൻ എന്താണ് ഇന്റന്റ് ചെയ്തിരിക്കുന്നത് അത് അതിന്റെ പൂർണ്ണതയിൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലാറ്റ് സ്ക്രീനിൽ തന്നെ ഈ സിനിമ കാണുക. 2018 തനുശ്രീ ദത്ത ആഷിഖ് ബനായ അപ്നയിലെ നായിക നാനാ പട്ടേക്കർക്കെതിരെ ഒരു മീറ്റു ആരോപണം ഉന്നയിച്ചത്. ഈ മീറ്റു ആരോപണത്തിന് ശേഷം വികാസ് ബഹൽ, സാജിദ് ഖാൻ, അനുരാഗ് കശ്യപ് അടക്കമുള്ള ഒരുപാട് പേർക്ക് മീറ്റു ആരോപണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന സെക്ഷൽ അസോൾട്ടിന്റെ ഭൂരിഭാഗം ഇരകൾ എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. ഇവർക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സെക്ഷൽ പ്രെഡേറ്റേഴ്സിനെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അവർക്ക് നിയമം അനുശാസിക്കുന്ന കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കുകയും വേണം. പക്ഷേ മീറ്റു അടക്കമുള്ള മൂവ്മെന്റ്സ് അത് മിസ്യൂസ് ചെയ്യുന്ന സ്ത്രീകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അനുരാഗ് കശ്യപിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള അലൈബൈ ഉള്ളത് കൊണ്ട് മാത്രമാണ് അന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത്. അങ്ങനെയുള്ള ഒരാൾക്ക് വളരെ ഡാർക്കായി, വളരെ ഇൻറ്റൻസായി, വളരെ റോ ആയി, വളരെ ഹാർഡ് ഹീറ്റിംഗ് ആയി ഈ വിഷയം സിനിമയാക്കാൻ സാധിക്കും. അതാണ് ബന്ദർ എന്ന് പറയുന്ന സിനിമ. ഈ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് എല്ലാം വളരെ പവർഫുൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൺമുമ്പിൽ കാണുന്നത് ഒരു ശരിക്കുള്ള ഒരു ജയിലാണോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് തന്നെ അത്ര പ്ലസന്റ് ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കില്ല. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഈ ഇന്റൻസ് സീക്വൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വളരെയധികം അൺകംഫർട്ടബിൾ ആയിട്ടുണ്ട്. ഈ സിനിമയുടെ ഫൈനൽ ആക്ട് ഒക്കെ എത്തുമ്പോൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് വളരെ പവർഫുൾ ആയിട്ട് തന്നെയാണ് അനുരാഗ് കശ്യപ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാലും പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് പോവില്ല. അതാണ് ബന്ദർ.